കഴിഞ്ഞുപോയവരും വരാനിരിക്കും എല്ലാ സാലിഹീങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നോക്കൂ എത്ര മഹത്തരമുള്ള ഒരു പ്രാർത്ഥനയാണത്. ഒരാൾക്ക് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സുഹൃത്തുക്കളെ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രതിഫലം കൂടുതലുള്ള സംഗതിയാണ്, ഉത്തരം കിട്ടുന്ന സംഗതിയാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയാളുടെ അസാന്നിധ്യത്തിൽ. നമ്മുടെ സ്ഥലത്തില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പടച്ചോനെ അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കണേ, അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ, അദ്ദേഹത്തെ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ നിന്ന് മുക്തി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ പാപം പൊറുക്കണേ എന്നിങ്ങനെ സ്ഥലത്തില്ലാത്ത അസാന്നിധ്യത്തിലൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഇല്ലാത്ത ഒരു പ്രത്യേകത ആ പ്രാർത്ഥനക്കുണ്ട്. അതാ നമ്മൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മൾ തന്നെ ഉള്ളൂ ആമീൻ പറയാൻ. അതേ അവസരത്തിൽ നിന്റെ കൂടെയില്ലാത്ത ഒരാളുടെ അസാന്നിധ്യത്തിൽ നീ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഒരു മലക്കിനെ അല്ലാഹു നിശ്ചയിച്ചു തരുന്നു. ആ മലക്ക് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ആ മലക്ക് കൂടി ആമീൻ ആമീൻ എന്ന് ചൊല്ലുന്നു എന്ന് മാത്രമല്ല, ഇതുപോലത്തെ രൂപത്തിലുള്ള പുണ്യങ്ങൾ നീ എന്തിനു വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചുവോ അതേ രൂപത്തിലുള്ള നന്മകളെല്ലാം അല്ലാഹു നിനക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു മലായിക്കത്തുകൾ. നമ്മൾ കാണാത്തൊരു ശക്തി മലായിക്കത്തുകൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി പടച്ചോനെ ഇന്ന വ്യക്തിയുടെ പാപം ഓർക്കണേ എന്ന് പറയുമ്പോ മലക്ക് ആമീൻ നിന്റെ പാപം അല്ലാഹു പുറത്തു തരട്ടെ സ്പെഷ്യലായി നമുക്ക് വേണ്ടി അവിടുന്ന് ഒരു പ്രാർത്ഥന. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്കും വേണ്ടി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സർവ്വ സ്വാലിഹീങ്ങൾക്കും വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാറുണ്ടോ? നമ്മളങ്ങനെ ചിന്തിച്ചോ? നമ്മളെല്ലാവർക്കും വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ നമസ്കാരത്തിൽ സുഹൃത്തുക്കളെ, ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിസ്കരിക്കുമ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നാം യോഗ്യരാണോ എന്ന് കൂടി ചിന്തിക്കണം. നിസ്കരിക്കുമ്പോ നമ്മൾ പറയുന്നുണ്ട് എന്താ? പടച്ചോനെ ഞങ്ങൾക്ക് രക്ഷയുണ്ടാകണേ. പിന്നെ വഅലാ ഇബാദില്ലാ, അല്ലാഹുവിന്റെ എല്ലാ അടിമകൾക്കും നീ രക്ഷ കൊടുക്കണേ എന്നല്ല പറയുന്നത്. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് നീ രക്ഷ നൽകണേ. ആ പ്രാർത്ഥന നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനക്ക് നമ്മൾ യോഗ്യരാകണമെങ്കിൽ സുഹൃത്തുക്കളെ, റസൂലുള്ള പറഞ്ഞ അസ്സാലിഹീന എന്ന കാറ്റഗറിയിൽ നമ്മൾ പെടണം. ആ ഗ്രൂപ്പിൽ നമ്മൾ പെടണം. സാലിഹീങ്ങൾക്കും എന്നാ പറയണത്. അപ്പൊ സാലിഹീങ്ങളാണോ നമ്മള്? രഹസ്യപരസ്യ ജീവിതത്തിൽ പടച്ചതമ്പുരാനെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുന്ന ആളുകളാണ് സ്വാലിഹികൾ. അങ്ങനെ സദ്വൃത്തരാണോ നമ്മൾ? നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നു, ശരിയാണ്. പക്ഷേ ആ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്? സാലിഹീങ്ങൾക്കല്ലേ പ്രാർത്ഥന എത്തുകയുള്ളൂ, സാലിഹീങ്ങൾക്കല്ലേ അതുകൊണ്ട് കാര്യം കിട്ടുകയുള്ളൂ. സാലിഹീങ്ങൾക്കൊക്കെ പടച്ചവനെ നീ രക്ഷ നൽകണേന്ന് ലോകത്ത് സാധാരണക്കാരും അല്ലാത്തവരുമായ അല്ലാഹുവിനോട് അടുപ്പവും മഹബത്തും ഒക്കെ കിട്ടിയിട്ടുള്ള നല്ലവരായ കോടാനുകോടി മനുഷ്യന്മാര് അവരുടെ 5 നേരത്തെ നിസ്കാരങ്ങളിലൂടെ, അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ, നമുക്ക് രക്ഷ കിട്ടാതെ പോകുന്നു എങ്കിൽ നമ്മൾ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടില്ലെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തുള്ള മുഴുവൻ ആളുകളും ദുആ ചെയ്യുന്നുണ്ട്, അവരുടെ ഒക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഞാൻ പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാകണം? ഞാൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടണം. അപ്പൊ നമസ്കാരം നമ്മെ പഠിപ്പിക്കണത്, ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും നിസ്കരിക്കുമ്പോ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആയിൽ നിനക്ക് വേണ്ടി ആ പ്രാർത്ഥന ആയിത്തീരണമെങ്കിൽ നീ സ്വാലിഹാകണം. അപ്പൊ സ്വാലിഹായേ പറ്റൂ. അപ്പൊ നിസ്കാരം മനുഷ്യനെ തടയും. ഞാനിനി തെറ്റ് ചെയ്തുകൂടാ, ഞാനിനി ഹറാം ചെയ്തുകൂടാ, ഞാനിനി ഫസാദ് ഉണ്ടാക്കിക്കൂടാ, ഞാനിനി വിശ്വാസം നന്നാക്കാതെ നിർവാഹമില്ല, ഞാൻ എൻ്റെ കർമ്മം നന്നാക്കാതെ നിർവാഹമില്ല, ഞാൻ എൻ്റെ സ്വഭാവങ്ങളും നടപടിക്രമങ്ങളും നന്നാക്കാതെ നിർവാഹമില്ല. അങ്ങനെയാണ് ചിന്തിക്കുമ്പോ നിസ്കാരം മനുഷ്യനെ, ഓരോ നിസ്കാരത്തിലൂടെയും മനുഷ്യന് കിട്ടും എന്ത് പാഠം? ഞാൻ നന്നാവണം, ഞാൻ നന്നാവണം, ഞാൻ തെറ്റ് ചെയ്തുകൂടാ. അതന്നെ അല്ലാഹുവും പറഞ്ഞത്, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം എല്ലാ ഫാഹിഷത്തുകളിൽ നിന്നും, എല്ലാ ദുർനടപടികളിൽ നിന്നും, എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്നു.
അപ്പൊ നമസ്കാരം നമ്മെ അതിന് പര്യാപ്തമാക്കി തീർക്കുന്നു. അപ്പൊ ഇത് മനസ്സറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമസ്കാരത്തിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? ആദ്യം തന്നെ അവസാനത്തിൽ നമ്മൾ പടച്ചതമ്പുരാനെ പുകഴ്ത്തി റസൂലുള്ളാഹിക്ക് രക്ഷക്കും റഹ്മത്തും ബറക്കത്തും നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, ദുആ ചെയ്തു. പിന്നെ സ്വന്തം കാര്യത്തിന് വേണ്ടി, പിന്നെ ലോകത്തുള്ള എല്ലാ സാലിഹീങ്ങളായ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ആൾക്കാർക്കും രക്ഷ കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷേ പലപ്പോഴും നമ്മളത് അറിഞ്ഞില്ല. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ അത്തഹിയാത്തിനാണ്ട് ഇരുന്നാൽ തന്നെ നമുക്ക് വരും അത്തഹിയാത്തു എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ അതാണ് ചൊല്ലി തീർക്കലാണ്. എന്തേ പറഞ്ഞു? അതൊക്കെ അറിഞ്ഞൂടാ. അങ്ങനെ ആയാൽ പോരെ സുഹൃത്തുക്കളെ. നമ്മൾ അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് തന്നെ ചൊല്ലുമ്പോൾ എന്തൊരു സമാധാനം ഉണ്ടാവും. സമാധാനത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ദാഹിക്കുകയാണ് മനുഷ്യന്മാർ. ശാന്തിക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി, ആപത്തുകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ലോക സമൂഹത്തിന് വേണ്ടി ഓരോ മുസ്ലിമും അവന്റെ നമസ്കാരത്തിൽ അവന്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അല്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കും സാലിഹീങ്ങൾക്കും രക്ഷ വേണമെന്ന് അല്ലാഹുവോട് ചോദിക്കാതെ ഒരു നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടി പിരിയുന്നില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പറയണം, അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ എല്ലാ അടിമകളുടെ മേലും പടച്ചതമ്പുരാന്റെ രക്ഷയുണ്ടാകട്ടെ. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പൊ നമ്മള് അവിടെ ഉള്ളവരും ഇല്ലാത്തവരുമായ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ഒരുപാട് സ്വാലിഹീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും അത് പറയാം, ആമീൻ പറയാൻ മലക്കുണ്ടാകും. അങ്ങനെ നിനക്കും രക്ഷയുണ്ടാവട്ടെ എന്ന് പറയാൻ മലക്കുകളുണ്ട്. വലിയ പുണ്യമുണ്ട് അതിന്. അപ്പൊ വലിയ ആശയം നമ്മൾ ചൊല്ലുന്ന തശഹുദിലുണ്ട്. പക്ഷേ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഏറ്റവും വലിയ ഈ കനകക്കട്ട അല്ലെങ്കിൽ ഈ തങ്കം കൃത്യമായി അതിന്റെ വാല്യൂ മനസ്സിലാക്കാതെ, മൂല്യമറിയാതെ നമ്മളിങ്ങനെ ദിവസേന ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചടങ്ങെന്ന നിലക്ക്. എന്താ പറയുന്നത് നമുക്ക് തിരിയുന്നില്ല. ആ ഒരവസ്ഥയിൽ നിന്നും മാറണം എന്ന് സാന്ദർഭികമായി സുഹൃത്തുക്കളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ അവസാനിപ്പിക്കുന്നത് അത് ആ ആദ്യത്തെ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്, ഉടനെ നമ്മുടെ വിശ്വാസം വളരെ ദൃഢമായി കൃത്യമായി പിന്നെയും അരക്കിട്ടുറപ്പിക്കുന്ന വാചകം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായ ഇലാഹായി അല്ലാഹുവല്ലാതെ ഒരാളും തന്നെയില്ല. വഅശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് അബ്ദുഹു അല്ലാഹുവിന്റെ അടിമയാണ്, വറസൂലുഹു അവന്റെ റസൂലുമാകുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് നമസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു നമ്മളെ കൊണ്ട് ആ ഷഹാദത്ത് വീണ്ടും പറയിപ്പിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷിയാണ് എന്നാ നമ്മളാ പറയുന്നത്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷിയാണ്. എന്തേ? എന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കോ, ഞാൻ അല്ലാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യുന്നില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്നവനാണ്. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലെങ്കിൽ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഞാൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും എന്റെ എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് മാതൃകയെ പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്ത അവന്റെ അടിമയാണ് മുഹമ്മദ്. ഞാനത് അംഗീകരിക്കുന്നു. റസൂല് അള്ളാഹുവിന്റെ ആബുദാണ്, അടിമയാണ്. അതേ അവസരത്തിൽ ആ ആബുദ് ഞങ്ങൾക്കുള്ള റസൂലുമാണ്. വറസൂലുഹു, ആ അള്ളാഹുവിങ്കൽ നിന്ന് ദീന് പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട റസൂലുമാകുന്നു. അപ്പൊ എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃക എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിന് സാക്ഷിയാണ്. എന്റെ വിശ്വാസം അങ്ങനെയാണ്, എന്റെ നടപടിക്രമങ്ങൾ അതാണ്, എന്റെ സ്വഭാവം അതാണ്, എന്റെ പെരുമാറ്റം അങ്ങനെയാണ്, എന്റെ പ്രവർത്തനം അതാണ്, ഒക്കെ ആ നിലക്ക്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ചത് ആ നിലക്ക് ഞാൻ കൃത്യമായി നിർവഹിക്കുന്നു. ഞാൻ അതിന് സാക്ഷിയാണ്. ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ ഈ പറയുന്നത്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. മറ്റേ റിപ്പോർട്ടിലുള്ളത് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് നമ്മൾ നിർവഹിക്കുന്ന കാര്യമാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്തിന് ചോദിക്കുക എന്നുള്ളത്. നിസ്കാരത്തിൽ നാം അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെയും സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മൾ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അള്ളാഹ് റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യും. നമ്മൾ ഗുണത്തിന് വേണ്ടി ചോദിച്ചിട്ട് വേണോ അള്ളാഹുവിന്റെ റസൂലിന് ഗുണം ചെയ്യാൻ? അല്ല. പിന്നെ എന്തിനാ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല ധാരാളം ഗുണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വർധനവിന് വേണ്ടി ഇനി കൂടുതൽ 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 നബിക്ക് ഗുണം ചെയ്യണേ റബ്ബേ. അതല്ലാതെ നമ്മളൊരു പ്രാർത്ഥന കിട്ടിയിട്ട് വേണപ്പോ അള്ളാഹ് നബിക്ക് ഗുണം ചെയ്തു കൊടുക്കാൻ. അടിസ്ഥാനപരമായി തന്നെ ഗുണം നമ്മളെ പ്രാർത്ഥന കൊണ്ടാണ്, തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ആരും ഗുണത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹു അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സർവ്വഗുണങ്ങളും കൊടുത്തിരിക്കുന്നു, നൽകിയിട്ടുണ്ട്. എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പരലോകത്ത് വെച്ച് ധാരാളം ധാരാളമായി നൽകും. പിന്നെ നമ്മൾ ഈ ചോദിക്കുന്നത് നമുക്കതിന്റെ കൂലി കിട്ടണം. റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരിക്കൽ ഗുണത്തിന് വേണ്ടി ചോദിച്ചാൽ തന്നെ നമുക്കതിന് 10 പ്രതിഫലമാണുള്ളത്. മൻ സല്ലാ അലയ്യ സലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചാൽ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, അള്ളാഹു അവൻ അതിന് 10 ഗുണം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പൊ സലാത്തിന് ഒന്നിന് 10 പ്രതിഫലം, ഒന്നിന് 10 പ്രതിഫലം കിട്ടുന്ന മഹത്വമേറിയ കർമ്മമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയമായും അല്ലാഹുവും അതുപോലെ തന്നെ അവന്റെ മലായികത്തുകളും നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹ് സ്വലാത്ത് ഇല്ലാതെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അള്ളാഹ് പറയലല്ല. അള്ളാഹു നബിക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നു. അല്ലെങ്കിൽ നബിയെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ ഉന്നതമായ മലഉൽ അഅലയിൽ ഏറ്റവും വിശുദ്ധമായ മലായികത്തിന്റെ സദസ്സിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പ്രശംസിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ മലായികത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അള്ളാഹുവിനോട് നബിക്ക് ഗുണം ചെയ്തു കൊടുക്കാൻ അള്ളാഹുവിനോട് മലായികത്തുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അഥവാ റസൂലുള്ളാഹിക്ക് ഗുണം വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് മലാക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി നിങ്ങൾ ഗുണത്തിന് ചോദിക്കുവീൻ, അവിടുത്തേക്ക് വേണ്ടി സലാമിനെയും ചോദിക്കുവീൻ, സലാമിനെ ചോദിക്കുവീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും ഉള്ളത്. അപ്പൊ നിസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, നമ്മൾ സുന്നത്ത് നിസ്കരിച്ച് പിരിയാണെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, നബിക്ക് വേണ്ടി സ്വലാത്തിന് ചോദിക്കുന്നതോടൊപ്പം അവിടുത്തെ കുടുംബത്തിന് വേണ്ടി കൂടി സ്വലാത്തിന് ചോദിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ രൂപം അതാണ്. അപ്പോ ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി അല്ലാഹുവിനോട് ഗുണത്തിന് വേണ്ടി ചോദിക്കുന്ന അതിന് ഏറ്റവും കൂടുതൽ മഹത്വമുണ്ട്. സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചു. ഹദീസുകളിൽ ധാരാളം മഹത്വങ്ങൾ നമുക്കത് സംബന്ധമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പുണ്യം ലഭിക്കുന്ന ഒരു കർമ്മമാണ് സ്വലാത്ത്. അത് നമസ്കാരത്തിന്റെ അകത്ത് മാത്രമല്ല പുറത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേട്ടിട്ട് പ്രവാചകന് വേണ്ടി സ്വലാത്തിന് ചോദിക്കാത്തവൻ പിശുക്കനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ ആ നിലക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്തിന് ചോദിക്കേണ്ടത്, അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. സ്വലാത്തിന് ചോദിക്കണം എന്ന ആയത്തിറങ്ങിയപ്പോ സഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ സമീപിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈലയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. അദ്ദേഹം പറയാണ്, ലഖിയനി കഅബ് ഇബ്നു ഉജ്റത റളിയല്ലാഹു അൻഹു ഫഖാല അലാ ഉഹ്ദി ലക ഹദിയതൻ സമിഅതുഹാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ബലാ ഫഅഹ്ദിഹാ ലി
فقال سألنا رسول الله صلى الله عليه وسلم فقلنا يا رسول الله كيف الصلاة عليكم أهل البيت فإن الله قد علمنا كيف نسلم قال قولوا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഒരു രൂപം ഇതാണ്. എന്താണ് ഇവിടെ സംഭവം വിശദീകരിക്കുന്നത്? കഅബ് ബിൻ ഉജ്റത്ത് റളിയല്ലാഹു അൻഹു എന്നെ ഒരിക്കൽ കണ്ടുമുട്ടി. ആരാ പറയുന്നത്? അബ്ദുറഹ്മാൻ ബിൻ കഅബ് ബിൻ ഉജ്റത്ത് എന്ന സഹാബി എന്നെ ഒരിക്കൽ കണ്ടുമുട്ടി. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു ഹദിയ തരട്ടെയോ, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരട്ടെയോ? ആ സമ്മാനം സമിഅ്തുഹാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടു പഠിച്ചതാണ്. ഇവിടെ നോക്കൂ, സഹാബി നബിയിൽ നിന്ന് കേട്ടൊരു ഹദീസിനെ കുറിച്ച് പറയുന്നത് സമ്മാനം എന്നാ, ഹദിയാനാ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വലിയൊരു വിലപ്പെട്ട സാധനം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഗതി പറയുന്നത്. ഫഖുൽതു ബലാ, അതെ, ഫഅഹ്ദിഹാ ലീ, എനിക്കത് തരൂ. അപ്പൊ അദ്ദേഹം പറയാണ്, എന്താ സമ്മാനം എന്നാ കേട്ടോ? സഅൽനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ സ്വലാത്തു അലൈക്കും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കൈഫ നുസല്ലി അലൈക, നബിയെ അങ്ങയുടെ പേരിൽ എങ്ങനെയാണ് സ്വലാത്തിന് ചോദിക്കേണ്ടത്? ആയത്തിറങ്ങിയപ്പോഴേ സ്വല്ലൂന്നുണ്ടല്ലോ, നിങ്ങൾ സ്വലാത്ത് ചെല്ലണം, എങ്ങനെയാണ് അത് എന്ന് ചോദിച്ചു. ഫഇന്നല്ലാഹ ഖദ് അല്ലമനാ കൈഫ നുസല്ലിമു, ഞങ്ങൾ സലാം പറയേണ്ടത് എന്ന് അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നബിയേ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനമായ സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്തിന്റെ രൂപം. വേറെയും ചില രൂപങ്ങൾ അതേ രൂപത്തിൽ തന്നെ പ്രവാചകരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ രൂപങ്ങളും ഈ സ്വലാത്തിലടങ്ങിയ ആശയങ്ങളും അത് സംബന്ധമായ മറ്റു ചില കാര്യങ്ങളും ശേഷം നമ്മൾ നിർവഹിക്കുന്ന തശഹ്ഹുദ് തീരുന്നതിന്റെ മുമ്പേ നിർവഹിക്കുന്ന തഅവ്വുദാത്തുകൾ അഥവാ അല്ലാഹുവിനോട് പല കാര്യങ്ങളിൽ നമ്മൾ അഭയം ചോദിക്കുന്നത് ആ പ്രാർത്ഥനകളുമെല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ വിശദീകരിക്കാം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സംസാരിക്കാനും അത് അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും അല്ലാഹു നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر
البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير. ഏത് രാജ്യത്തിന്റെയും മുക്കിലും മൂലയിലും നിങ്ങൾ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരത്തിലെ തശഹുദിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ഏതാനും മസ്അലകളുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തശഹുദിലെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെട്ടു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായി നാം നിർവഹിച്ചു വരാറുള്ളതാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. നമസ്കാരത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന വീക്ഷണത്തിനാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻഗണനയുള്ളത് എന്ന് അത് സംബന്ധമായി പഠനം നടത്തിയ പണ്ഡിത നിരീക്ഷണങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തിനെ ചോദിക്കുക എന്നത് ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ്. അതിൻ്റെ മഹത്വങ്ങൾ എത്രയാണ് എന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സൂചന നൽകുകയുണ്ടായി. നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളിൽ വന്ന പ്രകാരം ഏത് നിലക്ക് സ്വലാത്ത് ചൊല്ലുന്നതും പ്രതിഫലാർഹമാണ്.
അതിലേറ്റവും ശ്രേഷ്ഠമായ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഈ രൂപമാണ് പ്രധാനമായി വന്ന ഒരു രൂപം. അതിന്റെ അർത്ഥ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് വേറെയും ചില റിപ്പോർട്ടുകൾ സ്വലാത്തിന്റെ രൂപമായി സഹീഹായ നിലക്ക് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അവയുടെ അർത്ഥതലങ്ങളിലേക്ക് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ആ രൂപങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ രൂപങ്ങളൊന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു രൂപം, ഈ പറയുന്ന ഏത് രൂപവും ചൊല്ലാം എന്ന നിലക്കാണ് ഇത് നിങ്ങളെ കേൾപ്പിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി വഅലാ അസ്വാജിഹി വദുരിയതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി ബൈതിഹി വഅലാ അസ്വാജിഹി വദുരിയതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇതും സഹീഹായ നിലക്ക് വന്ന ഒരു രൂപമാണ്, സ്വലാത്തിന്റെ രൂപമാണ്. ഇനി മറ്റൊരു രൂപം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇത് നമ്മൾ സാധാരണ ചൊല്ലിവരുന്ന ആ രൂപമാണ്. ഇനി മറ്റൊന്ന്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇനി വേറൊരു രൂപം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. മറ്റൊരു രൂപം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുരിയതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുരിയതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വേറൊരു രൂപം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹീം വആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നമുക്ക് നമസ്കാരത്തിലും അല്ലാതെയുമൊക്കെ സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. ഇനി മൊത്തത്തിൽ ഏതാണ്ട് ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചിലതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ പറയുന്നതോടൊപ്പം അവിടുത്തെ പത്നിമാർക്കും അഥവാ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും ഗുണം ചെയ്യണേ എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണ് വിവിധ റിപ്പോർട്ടുകളിലുള്ളത്. ഈ ഏത് രൂപത്തിൽ ചൊല്ലിയാലും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്ന നമ്മുടെ കടമ വീടപ്പെടുന്നതാണ്. ഇതാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ഇനി ഈ സ്വലാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മൾ ഈ കേട്ട റിപ്പോർട്ടുകളിൽ, വ്യത്യസ്തങ്ങളായ ഈ റിപ്പോർട്ടുകളിൽ പല റിപ്പോർട്ടിലും
കമാ സല്ലൈത അലാ ഇബ്രാഹീമ എന്ന് പറയാതെ കമാ സല്ലൈത അലാ ആലി ഇബ്രാഹീമ എന്നാണ് പറയുന്നത്. ഇബ്രാഹീമ എന്ന പേരൊഴിവാക്കിയിട്ട് ആലി ഇബ്രാഹിം എന്ന് മാത്രം പറഞ്ഞു കാണുന്നു പല റിപ്പോർട്ടുകളിലും. ഇത് വാസ്തവത്തിൽ അറബി ഭാഷയിൽ ഒരു പ്രയോഗമാണ്. അറബി ഭാഷയിൽ ഒരാളുടെ കുടുംബം എന്ന് പറയുന്നതിൽ അയാളും അയാളുടെ ആശ്രിതരും ഉൾപ്പെടും എന്നതാണ്. അങ്ങനെ ഒരു പ്രയോഗം അറബി ഭാഷയിൽ തന്നെയുണ്ട്. ഒരാളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും ആ പ്രയോഗത്തിൽ നിന്ന് തന്നെ ഉദ്ദേശിക്കുന്നു. വേറെ പ്രത്യേകം പേരെടുത്ത് പറയാതെ തന്നെ ആ വ്യക്തി കൂടി അതിൽ അടങ്ങുന്ന നിലക്ക് അറബി ഭാഷയിൽ പ്രയോഗമുണ്ട്. ഭാഷാപ്രയോഗം മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം. ഒന്ന് സൂറത്ത് ആലി ഇംറാനിൽ 33-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ. ഇന്നല്ലാഹ അസ്തഫാ, നിശ്ചയം അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു, ആദമിനെയും വനൂഹൻ നൂഹിനെയും വആല ഇബ്രാഹീമ ഇബ്രാഹീമിൻ കുടുംബത്തെയും വആല ഇമ്രാന ഇമ്രാൻ കുടുംബത്തെയും അലൽ ആലമീന മറ്റു ലോകരേക്കാൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ ആല ഇബ്രാഹീമ എന്നാ പറയുന്നത്, അതുപോലെ ആല ഇമ്രാൻ എന്നാ പറയുന്നത്. ഇബ്രാഹീമ എന്നും പറയുന്നില്ല, ഇമ്രാൻ എന്നും പറയുന്നില്ല. പക്ഷെ ആ പ്രയോഗത്തിൽ തന്നെ ആല ഇബ്രാഹീമ എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ ഇബ്രാഹിം നബിയും പെട്ടു, ഇബ്രാഹിം നബിയുടെ കുടുംബവും പെട്ടു. ആലു ഇമ്രാൻ എന്ന് പറയുന്ന ഇമ്രാൻ കുടുംബം എന്ന പ്രയോഗത്തിൽ നിന്ന് ഇമ്രാനും പെട്ടു, അതുപോലെ തന്നെ ഇമ്രാന്റെ കുടുംബവും പെട്ടു. അപ്പോ പരിശുദ്ധ ഖുർആനിൽ തന്നെ വന്നൊരു പ്രയോഗമാണ്. ഒരാളെ ആല് കുടുംബം എന്ന് ചേർത്ത് ഒരാളിലേക്ക് പറയുമ്പോൾ അയാൾ കൂടി അതിൽ ഉൾപ്പെടുന്ന പ്രയോഗമാണ്. അപ്പൊ ചില റിപ്പോർട്ടിൽ കമാ ബാറക്ത അല്ലെങ്കിൽ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ എന്ന് കാണുന്നതിന് പകരം കമാ സല്ലൈത അലാ ആലി ഇബ്രാഹീമ എന്ന് കാണുന്നുവെങ്കിൽ അതിൽ ഇബ്രാഹിം നബിയെ ഒഴിവാക്കി എന്ന് ധരിക്കേണ്ടതില്ല. ആല ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ആരുകൂടി പെട്ടു? ഇബ്രാഹിം അലൈഹിസ്സലാമും പെട്ടു. ഇത് നമ്മൾ അത് സംബന്ധമായ ഒരു തെറ്റിദ്ധാരണ നമുക്കില്ലാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് നബി, ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഖമറിൽ 34-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞു കാണാം, ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബാ ഇല്ലാ ആല ലൂത്ത് നജ്ജൈനാഹും ബിസഹർ. ആ ലൂത്തിന്റെ സമൂഹത്തിലേക്ക് ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബാ, ആ വൃത്തികേട് ചെയ്തിരുന്ന ആ സമൂഹത്തിലേക്ക് അള്ളാഹു ശിക്ഷ എന്ന നിലക്ക് ചരൽക്കാറ്റാണ് അയച്ചത്. ചരൽക്കാറ്റിനെ അയച്ചു. ഇല്ലാ ആല ലൂത്തിൻ, ആലു ലൂത്ത് ഒഴികെ, ലൂത്തിന്റെ കുടുംബം ഒഴികെ, നജ്ജൈനാഹും ബിസഹർ, രാവിന്റെ അന്ത്യയാമത്തിൽ നാം അവരെ രക്ഷപ്പെടുത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ ഇല്ലാ ആല ലൂത്ത് എന്നാ പറഞ്ഞത്, ഇല്ലാ ലൂത്ത് എന്നല്ല, ഇല്ലാ ആല ലൂത്ത്. ആലു ലൂത്ത് എന്ന പ്രയോഗത്തിൽ തന്നെ ആരും പെട്ടു? ലൂത്ത് അലൈഹിസ്സലാം പെട്ടു എന്നർത്ഥം. അപ്പൊ പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് ഹദീസിൽ അത്തഹിയാത്ത് വിശദീകരിക്കുമ്പോൾ അതിലെ സ്വലാത്തിൽ ചില റിപ്പോർട്ടുകളിൽ കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിമ എന്ന് മാത്രം കാണുമ്പോൾ അവിടെ ഇബ്രാഹിം എന്നത് ഒഴിവാക്കപ്പെട്ടോ എന്ന് ധരിക്കേണ്ടതില്ല എന്നതിനാണ് ഈ വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, എന്താണ് ഈ സ്വലാത്തിന്റെ രൂപങ്ങളിലെല്ലാം നമ്മൾ വന്നിട്ടുള്ള ഈ വിഷയകമായി വന്നിട്ടുള്ള സ്വഹീഹായ രൂപങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഈ സ്വലാത്തിന്റെ രൂപങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂല് നമുക്ക് സ്വലാത്ത് പരിചയപ്പെടുത്തിയതിൽ നബിയുടെ കുടുംബത്തിന് വേണ്ടി കൂടി സ്വലാത്തിനെ ചോദിക്കുന്ന രീതി കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചല്ലോ, നബിയെ എങ്ങനെയാണ് അങ്ങക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കേണ്ടത് എന്ന ചോദ്യത്തിനാണ് പലപ്പോഴും റസൂലുള്ളാഹി മറുപടി കൊടുക്കുന്നത്. അതിൽ മുഴുവനും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, ഇതിങ്ങനെ റസൂലുള്ളാഹിക്കും വേണ്ടിയും നബിയുടെ കുടുംബത്തിന് വേണ്ടിയും സ്വലാത്തിനെ ചോദിക്കുന്ന രൂപമാണ് എല്ലാ രൂപങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് നാം സ്വലാത്തിനെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുമ്പോ, നിസ്കാരത്തിൽ നാം സ്വലാത്ത് ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ മാത്രം സ്വലാത്ത് ചോദിച്ചാൽ പോരാ, അവിടുത്തെ കുടുംബത്തിനു കൂടി സ്വലാത്തിനെ ചോദിക്കണം.
കാരണം അതേത് തശഹുദിലും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ തശഹുദിൽ സ്വലാത്ത് പാടില്ല എന്നൊരു ധാരണയുണ്ട് ആളുകൾക്കിടയിൽ. അതായത് ആദ്യത്തെ അത്തഹിയാത്ത് നമ്മൾ ആദ്യം ചൊല്ലുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അത് ആദ്യത്തെ രൂപത്തിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് എന്ന ഒരു രൂപം മുസ്ലിമിലുണ്ട്. ആ രൂപത്തിന്റെ അവസാനത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതേ അവസരത്തിൽ അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്വയ്യിബാത്തു എന്ന് തുടങ്ങുന്ന രൂപം, ആ രൂപത്തിന്റെ അവസാന ഭാഗത്തിൽ വന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇത് തശഹുദിന്റെ ആദ്യ ഭാഗമാണ്. അപ്പൊ ഇത് മാത്രമേ പറയേണ്ടതുള്ളൂ, പിന്നെ സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നൊരു ധാരണയുണ്ട്. ആദ്യ തശഹുദിലോ അവസാന തശഹുദിലോ എന്ന് പറഞ്ഞില്ല. തശഹുദാവുമ്പോ തന്നെ നബിയുടെ സ്വലാത്തും കൂടെ പെടുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ സ്വലാത്തും കൂടി ഉൾക്കൊള്ളുന്നതാണ് തശഹുദ്. അതുകൊണ്ട് ആദ്യത്തിലാവട്ടെ അവസാനത്തിലാകട്ടെ, ഇനി ആദ്യത്തെ തശഹുദ് ചൊല്ലുമ്പോ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കല്ല. ചുരുങ്ങിയ രൂപം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അപ്പൊ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തിനെ ചോദിക്കുമ്പോഴൊക്കെയും നബി തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കൂടി സ്വലാത്തിനെ ചോദിക്കും.